ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ എനിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചിരുന്നു. അതായത് അവരുടെ പേയ്മെൻറ്റ് അവർ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ 26-ാം തീയതിക്കുള്ളിലായെല്ലാം അവർ പേയ്മെൻ്റ് എല്ലാം ബാങ്ക് അക്കൗണ്ടിൽ വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവർ ഇത് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത്രയും ദിവസം അവർക്ക് ഇത് ക്രെഡിറ്റ് ആകാത്തത് കൊണ്ട് അവർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ YT സ്റ്റുഡിയോ എല്ലാം ഇത് ഡെസ്ക്ടോപ്പ് മോഡിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ, അതായത് നിങ്ങളുടെ ആഡ്സെൻസിൻ്റെ സ്റ്റാറ്റസ് എല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ സാധാരണയായി നമ്മൾ YT സ്റ്റുഡിയോയിൽ ഏൺ എന്നതിൽ നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് എല്ലാമാണ് കാണിക്കുന്നത്. ഗെറ്റിംഗ് പെയ്ഡ്, സെറ്റപ്പ് കംപ്ലീറ്റ്, ഗ്രേറ്റ് ജോബ്, യു ഹാവ് കംപ്ലീറ്റഡ് പേയ്മെൻറ്റ് സെറ്റപ്പ് എന്നാണ് കാണിക്കുന്നത്. എങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ പേയ്മെൻറ്റ് സെറ്റപ്പ് എല്ലാം തന്നെ കറക്റ്റായിട്ടുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ പേയ്മെൻറ്റ് എല്ലാം പെൻഡിങ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരോട് ആഡ്സെൻസിൽ ഡെസ്ക്ടോപ്പ് മോഡിൽ പോയതിന് ശേഷം അവരുടെ ഈ ഒരു ഏൺ എന്നതിൽ ഇതിലെന്താണ് സ്റ്റാറ്റസ് ഇരിക്കുന്നത് എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലാണ് അവർക്ക് വന്നിരുന്നത്. ഗെറ്റിംഗ് പെയ്ഡ്, ആക്ഷൻ റിക്വയർഡ്, കംപ്ലീറ്റ് ഇൻ ആഡ്സെൻസ്, പ്രൊവൈഡ് എ ഫോം ഓഫ് പേയ്മെൻറ്റ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത്തരത്തിൽ ചില മിസ്റ്റേക്ക് എല്ലാം പറ്റാറുണ്ട്. ഇവർ നേരത്തെ ഈ ഒരു പേയ്മെൻ്റ് എല്ലാം കൊടുത്തതാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ എന്തോ കാരണവശാൽ അവർ ഇടയ്ക്കെല്ലാമാണ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് അതിൽ കറക്റ്റായി ആഡ് ആയിട്ടില്ല. അതിനാൽ തന്നെയാണ് നമുക്കിത് വീണ്ടും കൊടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനാലാണ് ഈ പേയ്മെൻറ്റ് മെത്തേഡ് അവർ കറക്റ്റായി അവിടെ സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു മാസം വരേണ്ട റവന്യൂ ഇത് അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത്തരത്തിൽ നിങ്ങൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്നതിന് ശേഷവും നിങ്ങൾ ഇതുപോലെ ഇടയ്ക്കെങ്കിലും നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ പോയതിന് ശേഷം ഏൺ എന്നതിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് ഇത്തരത്തിൽ ഈ ഒരു ആഡ്സെൻസിൻ്റെ സ്റ്റാറ്റസ് എല്ലാം ചെക്ക് ചെയ്യുക എന്നത്. കാരണം പല ഡോക്യുമെൻ്റ് അഡീഷണലായി വേണമെങ്കിൽ അല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും പോളിസി ചേഞ്ച് എല്ലാം വരുമ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റമെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ പല നോട്ടിഫിക്കേഷൻ എല്ലാം നമുക്ക് ലഭിക്കാറുണ്ട്. ചിലർക്ക് ഇത് മെയിലായി എല്ലാം വരാം. എന്നാൽ പലരും ഇത് മെയിലൊന്നും ശ്രദ്ധിക്കാതെ വിടുമ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു സ്റ്റാറ്റസിൽ ചേഞ്ചസ് എല്ലാം വരാം. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങൾ US ടാക്സ് ഇൻഫർമേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു ഫോമിന് ഇതിന് എക്സ്പയറി എല്ലാം ഉണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ എക്സ്പയർ ആയ ഒരു US ടാക്സ് ഫോം എല്ലാം ആണെങ്കിൽ നിങ്ങൾ വീണ്ടും ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതായെല്ലാം വരും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇത് എക്സ്പയർ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് സെറ്റപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് എല്ലാം ഉണ്ടോ, ഇതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ പോയതിന് ശേഷം എന്നതിൽ പോയി നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് എല്ലാം നോക്കാൻ സാധിക്കും. അതിനാൽ തന്നെയാണ് എപ്പോഴും ഞാൻ ഇടയ്ക്കെങ്കിലും നമ്മൾ ഈ ഒരു കാര്യം ഇത് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇവർ ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കൊടുത്ത് നെക്സ്റ്റ് മന്തിൽ തന്നെ അവർക്ക് വരുന്ന പേയ്മെൻ്റ് എല്ലാം അവർക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്